ജോണേട്ടാ, ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെല്ലാം പെട്ടിയിലായി. പാർട്ടികൾ വിലയിരുത്തൽ ആരംഭിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് എത്ര വോട്ട് ലഭിച്ചു എന്നതിനെക്കുറിച്ച് വിലയിരുത്തൽ നടത്തി വരികയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം തുടക്കത്തിൽ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിമിഷങ്ങൾക്കകം തന്നെ BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രംഗത്ത് വന്നു. തങ്ങൾ വിജയിച്ചതായുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു. പിന്നീട് കോൺഗ്രസും അതോടൊപ്പം തന്നെ സരിനെല്ലാം രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങൾ വിജയിക്കുമെന്ന് ആത്മവിശ്വാസം വളരെ വലിയ തോതിൽ തന്നെ ഇവർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും പക്ഷെ BJP അങ്ങനെയല്ല, കണക്കു നിരത്തിയാണ് അവർ പറയുന്നത്. അവർക്ക് ശക്തി കേന്ദ്രങ്ങളുണ്ടല്ലോ, നഗരസഭ പ്രത്യേകിച്ച് അവരുടെ നഗരഹൃദയ പ്രദേശങ്ങൾ അവരുടെ ശക്തി കേന്ദ്രമാണല്ലോ. അവിടെ തങ്ങൾക്ക് വളരെ തങ്ങൾ ഉദ്ദേശിച്ച വോട്ടുകൾ നേടാൻ കഴിഞ്ഞതായാണ് BJP അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളിലും തങ്ങളുടെ വോട്ടുകൾ, തങ്ങളുടെ അണികളെ വോട്ടും അതോടൊപ്പം തന്നെ ചില ന്യൂനപക്ഷത്തിൻ്റെ വോട്ടും തങ്ങൾക്ക് കിട്ടാനുള്ള മുഴുവൻ വോട്ടും തങ്ങളുടെ പെട്ടിയിലായി തങ്ങൾ വിജയം ഉറപ്പിച്ചു എന്നാണ് കെ സുരേന്ദ്രനും മറ്റ് BJP നേതാക്കളും പറയുന്നത്. ആ ആത്മവിശ്വാസത്തിനുള്ള കാരണം എന്താണ്? BJP ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ സമാഹരിച്ച കണക്കുകളുണ്ട്. അപ്പോൾ ആ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് BJP നേതൃത്വം പറയുന്നത് പാലക്കാട് BJP വിജയിക്കും. 55,000 വോട്ട് BJP അവിടെ നേടും എന്നാണ് നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. അതെങ്ങനെയാണ് 55,000 വോട്ട് നേടുന്നത് എന്നുള്ളത്, ഒന്ന്, ഈ ശതമാനത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് തങ്ങളുടെ നേട്ടമായി മാറും എന്ന് BJP കണക്ക് കൂട്ടുന്നു. കഴിഞ്ഞ തവണ 2021 75.27% ഇത്തവണ 70.51% കുറയുന്നു. അപ്പോൾ വലിയ വ്യത്യാസമാണ് ശതമാനം വെച്ച് നോക്കുമ്പോൾ വോട്ടിങ്ങിൽ ഉണ്ടായിട്ടുള്ളത്. അത് തങ്ങൾക്ക് ഗുണകരമായി മാറും എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. അവർ പറയുന്ന ഒരു കാര്യം, പാലക്കാട് നഗരസഭ BJPയുടെ ശക്തി കേന്ദ്രമാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പാലക്കാട് നഗരസഭയാണ് BJPക്ക് ഏറ്റവും ശക്തിയുള്ള പ്രദേശം. അവിടെ കഴിഞ്ഞ തവണ ശ്രീധരന് 6,800 വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതായത് ശ്രീധരൻ ഷാഫി പറമ്പിലിനൊപ്പം മത്സരിച്ച് 3,800ഓളം വോട്ടുകൾക്ക് പരാജയപ്പെടുന്ന. ഇപ്പോഴും കോൺഗ്രസ് പറയുന്ന മറ്റൊരു കാര്യം, ശ്രീധരനല്ല CK കൃഷ്ണകുമാർ എന്നാണ് പറയുന്നത്. മെട്രോമാന് കിട്ടിയ അത്രയും വോട്ട് കൃഷ്ണകുമാറിന് കിട്ടുമോ എന്ന ന്യായമായ ചോദ്യം UDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് വരാം. അതായത് കൃഷ്ണകുമാർ പ്രാദേശികമായി അവിടെ പരിചിതമായ മുഖമാണ്. കൃഷ്ണകുമാറിന് തുടക്കത്തിൽ ഒരു മുന്നേറ്റം എന്ന നമ്മൾ വിചാരിച്ച രീതിയിൽ, അല്ലെങ്കിൽ BJP വിചാരിച്ച രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ക്രമാനുഗതമായി അവിടെ കൃഷ്ണകുമാർ മുന്നേറി വന്നു. അപ്പോൾ പ്രാദേശികമായി ബാക്കി 2 സ്ഥാനാർത്ഥികളും പുറത്തു നിന്നുള്ള ആളുകളാണ്. കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് അവിടെ വർഷങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് എന്നുള്ളത് കൃഷ്ണകുമാറിൻ്റെ ഒരു പോസിറ്റീവ് വശമാണ്. പിന്നെ പലരും പറയുന്നുണ്ട്, ഇപ്പോൾ ശോഭാ സുരേന്ദ്രനായിരുന്നെങ്കിൽ ജയിക്കാമായിരുന്നു, ഈസിയായി ജയിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഈ കണക്കുകളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ ശ്രീധരന് ലഭിച്ച ഭൂരിപക്ഷം, ശ്രീധരൻ മെട്രോമാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം വ്യക്തിപ്രഭാവം അദ്ദേഹത്തിൻ്റെ വോട്ട് വർധവിന് കാരണമായിട്ടുണ്ട്. അത് നമ്മൾ അംഗീകരിക്കാതെ വയ്യ. കഴിഞ്ഞ തവണ 65% പാലക്കാട് നഗരസഭയിൽ പോൾ ചെയ്ത വോട്ട്. ഇത്തവണ 71% അത് കുറഞ്ഞിരിക്കുന്നു. അതായത് ഏകദേശം 6% കുറവ് വരുന്നു. അപ്പോൾ ആ കുറവ് എന്ന് പറയുന്നത് 71% വർദ്ധിച്ചു. 71% വർദ്ധിച്ചു. 6% അവിടെ വോട്ട് വർധനമാണ് പാലക്കാട് നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ 65% ആയിരുന്ന സമയത്ത് 6,800 വോട്ടിൻ്റെ ഭൂരിപക്ഷം BJP ശക്തി കേന്ദ്രത്തിൽ ലഭിച്ചെങ്കിൽ ഇത്തവണ അത് 71% വർദ്ധിക്കുമ്പോൾ ആ വോട്ടിൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കും എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. അത് വിജയത്തിൻ്റെ ഒരു അടിസ്ഥാനമായി അവരങ്ങനെ കണക്കുകൂട്ടുന്നു. പിന്നീട് ഇപ്പുറത്തേക്ക് 3 പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ UDFൻ്റെ ശക്തി കേന്ദ്രമായ പെരിയാരി പഞ്ചായത്തുണ്ട്. അവിടെ കഴിഞ്ഞ തവണ 75% അവർക്ക് പോൾ ചെയ്ത വോട്ട്. ഇത്തവണ 70.89% അതുപോലെ തന്നെ പാലക്കാട് നഗരസഭയിൽ 8,000 മുതൽ 10,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കും എന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. 8,000 മുതൽ 10,000 വരെ. അപ്പോഴാണ് UDFൻ്റെ ശക്തി കേന്ദ്രമായ പഞ്ചായത്തിൽ അവിടെ 5% വോട്ട് കുറയുന്നു. 5% വോട്ട് കുറയുകയാണ്. അത് കഴിഞ്ഞ് മാത്തൂർ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമുക്കറിയാമല്ലോ, ഈ ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോൾ വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ
പയ്യന്നൂർ അല്ലെങ്കിൽ അങ്ങോട്ട് അങ്ങനെയുള്ള മണ്ഡലങ്ങളുണ്ട്, തലശ്ശേരി, കല്യാശ്ശേരി, ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇടതുപക്ഷ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ ചില ലോക്സഭാ ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ ഇപ്പുറത്തൊരു 4 മണ്ഡലം UDF ലീഡ് ചെയ്തങ്ങ് കയറിപ്പോവും. പക്ഷേ അതിനെ വെട്ടുന്നത് ഈ ശക്തി കേന്ദ്രമായ 3 നിയമസഭാ മണ്ഡലങ്ങൾ വെച്ചിട്ട് അതിനെ കവർ ചെയ്തു പോകും. അപ്പോൾ അവിടെ കിട്ടുന്നതിൻ്റെ ഇരട്ടി വോട്ട് ഇവിടെ ഭൂരിപക്ഷം കിട്ടും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പഞ്ചായത്തുകൾ പലപ്പോഴും BJPക്ക് നഗരസഭയിൽ കിട്ടുന്ന ഭൂരിപക്ഷത്തെ മറികടക്കുന്നതാണ് പഞ്ചായത്തുകളിലെ വോട്ട്. ആ നില ഇത്തവണ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് ബാധിക്കാൻ പോകുന്നത് UDFനെയാണ് എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. അങ്ങനെ വരികയാണെങ്കിൽ 5% കുറയുന്നു. അടുത്ത മാത്തൂർ പഞ്ചായത്ത് വരുമ്പോൾ അവിടെ 3% കുറവാണ്. കഴിഞ്ഞ തവണ 73.82% പോളിംഗ് എങ്കിൽ ഇത്തവണ 70%. അതും ബാധിക്കുന്നത് UDFനെയാണ്. ഇപ്പുറത്തെ കണ്ണാടി പഞ്ചായത്ത്, കണ്ണാടിയിൽ നമുക്കറിയാം 78.45% അവിടെ കഴിഞ്ഞ തവണത്തെ പോളിംഗ്. അത് ഇത്തവണ 70.15%. അത് ഗണ്യമായ തോതിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്ന ഈ കണ്ണാടി പഞ്ചായത്തിലാണ്. 8% കുറവാണ്. ആകെ ഈ 3 പഞ്ചായത്തിലും കൂടെ 16% വോട്ടിൻ്റെ കുറവ് വരുന്നു. അപ്പുറത്ത് 6% വർദ്ധിക്കുമ്പോൾ BJPയുടെ ശക്തി കേന്ദ്രത്തിൽ 6% വർദ്ധിക്കുമ്പോൾ ഇപ്പുറത്ത് 16% കുറയുന്നു എന്നുള്ളതാണ് BJPയുടെ കണക്ക്. ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ BJP വിജയിക്കും. 55,000 വോട്ട് കൃഷ്ണകുമാറിന് ലഭിക്കും. 55,000 വോട്ട് ഈ 1,37,000 1,40,000 വോട്ട് പോൾ ചെയ്തെടുത്ത് 3 സ്ഥാനാർത്ഥികളും മത്സരിക്കുമ്പോൾ വളരെ ശക്തമായ മത്സരമാണ്. അപ്പോൾ ആ ശക്തമായ മത്സരം നടക്കുമ്പോൾ 50-ന് മുകളിൽ വോട്ട് പിടിക്കുന്ന സ്ഥാനാർത്ഥി ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി തന്നെയാണ്. അപ്പോൾ 55,000 വോട്ടെന്ന് പറയുമ്പോൾ ഏകദേശം ജയം ഉറപ്പിച്ചു, ജയിക്കാനുള്ള വോട്ടിനും കഴിഞ്ഞു പോയി. 55,000 എന്നാണ് BJPയുടെ കണക്ക്. അത് പാർട്ടിയുടെ കണക്കാണ്. ഇനി 23-ാം തീയതിയാണ് ജനത്തിൻ്റെ കണക്ക് വരുന്നത്. ഇനി അവർ മറ്റൊരു കാര്യം പറയുന്നത്, അവിടെ യഥാർത്ഥത്തിൽ മത്സരം കോൺഗ്രസും BJPയും തമ്മിലായിരുന്നില്ല. അവിടെ യഥാർത്ഥത്തിൽ മത്സരം CPMലെ സരിനും അതുപോലെ തന്നെ BJPയിലെ കൃഷ്ണകുമാറിനും തമ്മിലായിരുന്നു. CPM അവിടെ 2ാം സ്ഥാനത്തെത്തും എന്നാണ് BJP പറയുന്നത്. BJPയുടെ കണക്കായി ഞാനീ പറയുന്നത്. BJP അതായത് കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോകും. രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ നഗരത്തിന്റെ ഹൃദയത്തിൽ പാലക്കാട് ഉൾപ്പെടെ സരിന് വോട്ട് നേടിയാൽ മാത്രമല്ലേ ഇങ്ങനെ ഒരു സംഖ്യയിലേക്ക് എത്താൻ പറ്റൂ? അത് പാലക്കാട് നഗരസഭയിലും വോട്ട് നേടണം. അതോടൊപ്പം ഈ ബാക്കി പഞ്ചായത്തുകളിൽ അത് നമ്മൾ അറിയാമല്ലോ, ഈ പോളിംഗ് ശതമാനം കുറവ് എന്ന് പറയുമ്പോൾ ഈ പോളിംഗ് കൃത്യമായിട്ട് വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് 2 പാർട്ടികളും. BJPയും വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, CPM വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരും അതിന് ശ്രമിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ശ്രമിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടികളാകുമ്പോൾ കൃത്യമായി വോട്ട് രാവിലെ തന്നെ പോയി വോട്ട് ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. കേഡർ സ്വഭാവമുള്ള പാർട്ടിക്കാർ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വോട്ട് ചെയ്ത് അവരുടെ വോട്ട് ചെയ്ത് മാറ്റും. പിന്നീട് അവർ ചെയ്യുന്നത് എടുത്തു പറയേണ്ട കാര്യം, മുൻ തെരഞ്ഞെടുപ്പുകളിൽ BJP സ്ഥാനാർത്ഥികൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇടതുപക്ഷത്തിന് പാലക്കാട് ജില്ലയിൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ബൂത്തുകൾ സന്ദർശിക്കുമ്പോൾ, തെരഞ്ഞെടുപ്പിനിടയിൽ വോട്ടെണ്ണലിനിടയിൽ സന്ദർശിക്കുമ്പോൾ ഈ പ്രവർത്തകർ അത്ര ആക്റ്റീവല്ല. മറിച്ച് ഇത്തവണ പലവരും പറയുന്നത് UDF കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ ആക്റ്റീവല്ല, ഈ ബൂത്ത് ഏജന്റുമാർ ആളില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ LDF ക്യാമ്പ് സജീവമായിരുന്നു. അത് 2 സ്ഥാനാർത്ഥികൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അതെ. അപ്പോൾ അതാണ് സരിൻ്റെ ഒരു സാധ്യത. സരിൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനവും ഒരുപക്ഷെ അതാകും. സരിൻ 60,000 വോട്ട് ലഭിക്കും എന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ നമുക്ക് അന്തിമ വിധി വന്നതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ഇലക്ഷൻ ഇപ്പോൾ പലപ്പോഴും ഒരു പാർട്ടിക്ക് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളിൽ പെട്ടെന്ന് നമുക്കറിയാമല്ലോ, ചില ഇലക്ഷനുകൾ വരുമ്പോഴത്തേക്ക് അവിടെ അട്ടിമറി ഉണ്ടാകാം. വട്ടിയൂർക്കാവ് കാരണം CPM ആ സമയം 3ാം സ്ഥാനമായിരുന്നു. പ്രശാന്ത് വന്നപ്പോൾ ആ മണ്ഡലം തിരിച്ചു പിടിച്ചു. അങ്ങനെ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാറുണ്ട്. കുത്തകയാക്കി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ പണ്ട് കൊല്ലത്തെ N. ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന വലിയ നേതാവുണ്ട്, RSPയുടെ നേതാവ്. അദ്ദേഹം തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന, RSP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വലിയ പ്രസ്ഥാനമാണ്, തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു തലയെടുപ്പുള്ള വലിയ നേതാവ്. അദ്ദേഹത്തിനെ ഒരു കരുണാകരൻ എന്ന BK നായർ എന്ന് പറയുന്ന ആളിനെ കൊണ്ടുവന്ന് നിർത്തി അദ്ദേഹത്തെ തോൽപ്പിച്ചു. അപ്പോൾ അതൊന്നും പ്രതീക്ഷിക്കുന്നതല്ല. ഒരു തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പലതും സംഭവിക്കും. R. ബാലകൃഷ്ണപിള്ള വലിയ തലയെടുപ്പുള്ള നേതാവായിരുന്നു, അദ്ദേഹത്തിന് തോൽവി സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ EK നായനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന് കടന്നപ്പള്ളി രാമചന്ദ്രൻ അന്ന് തോൽപ്പിച്ചതാണ്.
അങ്ങനെ പല നേതാക്കന്മാരും ഇലക്ഷനിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, വലിയ നേതാക്കന്മാർ. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പാണ്. എന്തായാലും BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ബൂത്തുകളിലെല്ലാം 80% വോട്ട് അവർ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് അവർ കണക്ക് പറയുന്നു. ഈ കണക്കനുസരിച്ചാണ് 55,000 വോട്ട് കൃഷ്ണകുമാർ പിടിക്കും എന്ന് BJP പറയുന്നത്. 55,000 വോട്ട് പിടിക്കുമ്പോൾ തന്നെ ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നു. അങ്ങനെയാണ് BJPയുടെ ഇപ്പോഴത്തെ ഈ കണക്കുകൾ വെച്ചിട്ടുള്ള ഒരു അവലോകനം വന്നിട്ടുള്ളത്. BJP ആ സീറ്റ് ഉറപ്പിക്കുന്ന രീതിയിലാണ് BJPയുടെ കണക്ക്. ഇനി 23-ാം തീയതി ജനങ്ങളുടെ കണക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.